വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോ മിശിഹായിൽ അനുഗ്രഹിക്കപ്പെട്ട ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി പ്രോഗ്രാമിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറിൽ നമ്മളെ നയിക്കട്ടെ. വചനം പ്രഘോഷിക്കുന്ന എളിയ ദാസനെയും കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവാത്മാവിനാൽ നിറഞ്ഞ് വചനത്തിൻ്റെ യഥാർത്ഥ ഫലം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ തക്കവിധമുള്ള അഭിഷേകത്താൽ പൂരിതരാകുവാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകളടച്ച് ശാന്തമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയും അനുഗ്രഹസമ്പന്നനുമായ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ മക്കളായ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അങ്ങാഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൈപിടിച്ചുയർത്തണമേ. അവിടുത്തെ സ്വരം ഞങ്ങൾ കേൾക്കട്ടെ. അങ്ങയുടെ വിശുദ്ധ ലിഖിതങ്ങൾ ഞങ്ങളിലേക്ക് അഭിഷേകമായി വ്യാപരിക്കട്ടെ. വിശുദ്ധ ലിഖിതങ്ങളിലെ ദൈവിക ജ്ഞാനം ഞങ്ങൾ മനസ്സിലാക്കട്ടെ. ആ ജ്ഞാനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ ക്രമീകരിക്കട്ടെ കർത്താവേ. അതിനായി ഞങ്ങളുടെ മനസ്സിനെ തുറക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ ശരീരത്തിലേക്ക് അവിടുത്തെ ശക്തി അയച്ച് ആരോഗ്യം പ്രദാനം ചെയ്യണമേ. ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയട്ടെ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ഞങ്ങളെ വിട്ടുമാറിപ്പോകട്ടെ. ഉണർവോടെ അഭിഷേകത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാൻ, ആ വചനത്തിൻ്റെ ശക്തിയാൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങളിലെ ജ്ഞാനം എന്ന വിഷയമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണും: യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ
രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. വിശുദ്ധ ലിഖിതമായതിൻ്റെ ലക്ഷ്യമെന്താണ്? വചനം പറയുകയാണ്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുക. ലക്ഷ്യമതാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങളാണ്. ദൈവവചനത്തെ ഈ ഒരു ഗൗരവത്തോടെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം സമാഹാരമായി ഒരു പുസ്തക രൂപത്തിൽ ബൈബിളായിട്ടുണ്ട്. വചനപ്രഘോഷണ വേദികളിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന മധ്യേ വചനം പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയാ ഈ വിശുദ്ധ ലിഖിതങ്ങൾ? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീ രക്ഷ പ്രാപിക്കേണ്ടതിന്, നിന്നെ ജ്ഞാനിയാക്കുന്നതിന് വേണ്ടിയാ. ലോകം തരുന്ന വിജ്ഞാനത്തിൻ്റെ പുറകെയല്ല നീ പോകേണ്ടത്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പുറകെയാണ്. ആ ജ്ഞാനം നിനക്ക് ലഭിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നാണ്. ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ലോകത്തിൻ്റെ വിജ്ഞാനം തേടാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന ആധുനിക തലമുറയ്ക്ക് മുമ്പിൽ വിശുദ്ധ ലിഖിതങ്ങൾ വെല്ലുവിളിയായി നിൽക്കുകയാണ്. നമ്മുടെ മക്കളെ ലോകത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കാൻ, ലോകത്തിൻ്റെ അറിവുകളിലേക്ക് നയിക്കാൻ കാണിക്കുന്നതിൻ്റെ 10-1 തീഷ്ണതയെങ്കിലും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി രക്ഷ പ്രാപിക്കുന്നതിന് ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? നിയമാവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഈ വചനങ്ങൾ. കാരണം അത് നിന്നെ രക്ഷയിലേക്ക് നയിക്കുന്നതിന് ജ്ഞാനിയാക്കുന്നതാണ്. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ശ്രദ്ധിക്കണം ഈ വചനം. എത്ര മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വചനം പഠിപ്പിക്കുന്നുണ്ട്? കണക്കും ഇംഗ്ലീഷും മലയാളവും മറ്റ് വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നതോടൊപ്പം, അത് പഠിപ്പിക്കേണ്ടെന്നല്ല, അത് പഠിപ്പിക്കാൻ കാണിക്കുന്ന താല്പര്യത്തിനൊപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ടൊരു കുഞ്ഞിനെ നിറയ്ക്കുന്ന, രക്ഷയുടെ മാർഗത്തിലേക്ക് അവളെ കൈപിടിച്ച് നടത്തുന്ന, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ ജാഗരൂകതയോടെ പഠിപ്പിക്കുവാൻ എത്ര മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ട്? വചനം പറയുകയാ, വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി നീ സംസാരിക്കണം. എത്ര ഭവനങ്ങളിൽ വചനം സംസാരിക്കുന്നുണ്ട്? സിനിമാ കഥകളും സീരിയൽ കഥകളും സംസാരിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും സംസാരിക്കുന്നുണ്ട്. അശ്ലീലമായ സംഭാഷണങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നിന്നെ ജ്ഞാനിയാക്കുന്ന, നിന്നെ കുഞ്ഞുങ്ങളെ ജ്ഞാനികളാക്കുന്ന ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നുണ്ടോ? വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വചനത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കണം. വീണ്ടും അടുത്ത വചനം പറയുകയാണ്, അവ കയ്യിൽ അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കാലിന്മേലും പടിവാതിൽമേലും എഴുതണം. പ്രൈസ് ദി ലോർഡ്. വചനം എഴുതണം, വചനത്താൽ മുദ്രിതമാകണം. ഇതാണ് വിശുദ്ധ ലിഖിതങ്ങൾ. നിന്നെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി രക്ഷ പ്രാപിക്കുന്നതിന് ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങളെ നീ ഗൗരവത്തോടെ കാണണം.
വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനത്താൽ അഭിഷേകം പ്രാപിക്കണം, വചനം മക്കളെ പഠിപ്പിക്കണം, വചനത്തെക്കുറിച്ച് സംസാരിക്കണം, വചനം എഴുതി വെക്കണം. പ്രൈസ് ദി ലോർഡ്. വളരെ നേരം പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ അഭിഷേകമാണ് ഇന്ന് നമുക്ക് ആവശ്യമായത്. കാരണം കർത്താവേ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് എന്നാണ് 119-ാം സങ്കീർത്തനത്തിൻ്റെ 105-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനം, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ ശക്തി തുറന്നുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അത് മനുഷ്യബുദ്ധിയിൽ ഉദിച്ചതല്ല. പ്രത്യുത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകം തിരഞ്ഞെടുത്ത വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ ദൂത് മനുഷ്യമക്കൾക്ക് പകർന്നു കൊടുത്തതാണ്. ദൈവനിവേശിതമാണ്. ദൈവികമായ സന്ദേശത്തെ മനുഷ്യരിലെത്തിക്കാൻ മനുഷ്യരായ ഗ്രന്ഥകർത്താക്കളെ പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്ത് ഉപയോഗിച്ചതാണ്. അവ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദൈവനിവേശിതമായ ഈ വചനങ്ങൾ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വായിക്കുന്ന പ്രഘോഷിക്കുന്ന വചനത്തിൽ ആത്മാവുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് വചനം പ്രഘോഷിക്കുമ്പോൾ ഈ പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് എന്നിലും നിങ്ങളിലും പരിവർത്തനം വരുത്താൻ പര്യാപ്തമാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതാണ് ആത്മാവും ജീവനുമാണ്. അത് ദൈവനിവേശിതമാണ്. അവ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അവ പ്രബോധനത്തിനു വേണ്ടിയാണ്. ഒന്നാമതായി അവ പ്രബോധനം നൽകുന്നതാണ്. ദൈവത്തിൻ്റെ വചനം പ്രബോധനമാണ്. ദൈവത്തെക്കുറിച്ചുള്ള പ്രബോധനം, നന്മയുടെ വഴികളെക്കുറിച്ചുള്ള പ്രബോധനം, തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രബോധനം, ഏത് വഴി നീ തിരഞ്ഞെടുക്കണമെന്ന് നിന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തപ്പെടുന്ന പ്രബോധനം. ഈ പ്രബോധന ചിന്തയോടുകൂടി ദൈവം എന്നോട് എന്ത് സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ ദൂത് എനിക്കറിയണം, ദൈവത്തിൻ്റെ ഹിതം എന്തെന്നറിയണം, ദൈവം ഈ കാര്യത്തിൽ എന്ത് നിലപാട് ഞാൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഈ ഒരു അവബോധത്തോടെ, ചിന്തയോടെ പ്രബോധനമായി ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായി വചനം കാണുകയാണ്, ശാസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ നിന്റെ വഴികൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നിന്നെ ശാസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നീ വചനം വായിക്കണം. വചനത്തിലൂടെയാണ് ദൈവം നിനക്ക് ശാസനങ്ങൾ നൽകുന്നത്. പ്രബോധനം മാത്രമല്ല, നിന്റെ ജീവിതത്തെ തിന്മയിൽ നിന്ന് മാറ്റുവാൻ, മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ, പാപബോധത്തോടെ പശ്ചാത്താപത്തോടെ ദൈവത്തെ തേടുവാൻ ശാസന തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ശാസന തരുന്ന വചനത്തെ നീ സ്വന്തമാക്കണം. മൂന്നാമതായി വചനം തെറ്റുതിരുത്തലിനുള്ളതാണ്. നിനക്ക് തെറ്റുകൾ സംഭവിക്കും, തിരുത്തണം. പെൻസിലിൽ എഴുതുമ്പോൾ റബ്ബർ കൊണ്ട് മായ്ക്കുന്നത് പോലെ നീ ദൈവത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്നൊക്കെ അകന്നു പോകുന്ന സന്ദർഭങ്ങളിൽ തിന്മയുടെ പ്രലോഭനത്തിൽപ്പെട്ട് ചില തെറ്റുകളിലേക്ക്, വീഴ്ചകളിലേക്ക്, ബലഹീനതകളാൽ ഉണ്ടാകുന്ന തകർച്ചകളിലേക്ക് നീ വീണുപോകുമ്പോൾ ആ തെറ്റുകളെ തിരുത്താൻ നിനക്ക് മുന്നറിയിപ്പും ശാസനയും തരുന്നത്, പ്രചോദനം തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കാരണം ഇത് ആത്മാവും ജീവനുമാണ്. ഇത് വിശുദ്ധീകരണത്തിനുള്ള ഉപാധിയാണ്. തെറ്റുകൾ തിരുത്താൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നോട് ആവശ്യപ്പെടുമ്പോൾ അതനുസരിച്ച് തിരുത്താനുള്ള മനസ്സ് നീ കാണിക്കണം. സക്കേവൂസിനെ പോലെ, കർത്താവേ, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. തിരുത്താനുള്ള മനസ്സാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അവിടെ കാണുക. കർത്താവിൻ്റെ ശാസനകളും കർത്താവിൻ്റെ തിരുത്തലുകളുമൊക്കെ സ്വീകരിക്കണം. മനംനൊന്ത് കരയുന്ന
പത്രോസിനെ പോലെ മനം നൊന്ത് കരയാൻ വചനത്തിൻ്റെ ശക്തി നമുക്ക് അത്യാവശ്യമായി സ്വന്തമാക്കാൻ കഴിയണം, ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയണം. വീണ്ടും പറയുകയാണ്, തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും അത് ഉപകരിക്കുന്നു. എന്താണ് നീതി? ആ നീതിയിലുള്ള പരിശീലനം, വചനം വായിച്ചാൽ നീതിയെക്കുറിച്ച് പല വിധത്തിലുള്ള നിർവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സാമൂഹികമായി നമ്മൾ നോക്കുമ്പോൾ ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് കൊടുക്കുന്നതാണ് നീതി എന്ന് നമ്മൾ പറയും. അർഹതപ്പെട്ടത് കൊടുക്കുക. എന്നാൽ ബൈബിളിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ നീതി എന്നത് കരുണയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അർഹതപ്പെടാത്തതും കൊടുക്കുന്ന നീതിയാണ് ദൈവം മനുഷ്യരോട് കാണിക്കുന്നത്. അതല്പം കൂടി ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ നീതിയുള്ളവരാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്ത് എന്ന് കണ്ടെത്തുവാൻ പ്രാപ്തരാവുക എന്നതാണ് നീതി. അപ്പോൾ നീതിയിലുള്ള പരിശീലനത്തിന് ദൈവത്തിൻ്റെ വചനം ഉപകരിക്കുന്നു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് അതിലൂടെ അത് അർത്ഥമാക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്ത് എന്ന് കണ്ടെത്തുന്നതിന് ഉതകുന്നൊരു പരിശീലനം ഞാൻ സിദ്ധിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതം എന്താണ്, ദൈവഹിതം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിലെയും ഓടി നടക്കാതെ സ്വന്തം ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്താൻ പരിശീലനം നേടുന്നത് ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. ഒരിക്കൽ കൂടി ഈ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അവ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി രക്ഷ പ്രാപിക്കുന്നതിന് നമ്മളെ ജ്ഞാനികളാക്കുന്നു. 2, വിശുദ്ധ ലിഖിതങ്ങൾ ദൈവനിവേശിതമാണ്. 3, അവ പ്രബോധനത്തിനുള്ളതാണ്. 4, അവ ശാസനത്തിനുള്ളതാണ്. 5, അവ തെറ്റുതിരുത്തലിനുള്ളതാണ്. 6, നീതിയിലുള്ള പരിശീലനത്തിനുള്ളതാണ്. ദൈവഹിതം എന്തെന്ന് പരിശീലിച്ചറിയാൻ വചനവുമായിട്ടുള്ള ബന്ധം നമ്മളെ സഹായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ വചനവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്? അതാണ് 17-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനം. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യും. അപ്പോൾ ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുവാൻ പ്രാപ്തനാവുകയും ചെയ്യും. നല്ല പ്രവൃത്തികൾ ചെയ്യാൻ, പൂർണ്ണത പ്രാപിക്കാൻ പ്രാപ്തി നേടുന്നത് പ്രിയപ്പെട്ടവരെ വചനത്തിലൂടെയാണ്. തെറ്റുതിരുത്തലും പ്രബോധനവും ശാസനവും നീതിയിലുള്ള പരിശീലനവും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ദൈവഭക്തൻ. എന്താണ് ദൈവഭക്തി? ഭക്തി പ്രസ്ഥാനങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥ ദൈവഭക്തി എന്താണ്? ആരാണ് യഥാർത്ഥ ദൈവഭക്തൻ? സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അപ്പോൾ വചനം വഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുന്നു എന്ന് പറഞ്ഞാൽ തിന്മയെ വെറുക്കുന്ന മനുഷ്യൻ വചനത്തിലൂടെ അവൻ തിന്മയെ വെറുക്കാൻ പ്രാപ്തനാകണം. അതാണ് ദൈവഭക്തനായ മനുഷ്യന് വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം. അവൻ ഭക്തനായി മാറുന്നത് അവൻ തിന്മയെ വെറുക്കുമ്പോഴാണ്. വീണ്ടും യാക്കോബ് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 26-ാം തിരുവചനം പറയുന്നു, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അപ്പോൾ ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായി അവൻ വചനം വഴിയായി
തിന്മയെ വെറുക്കാൻ പ്രാപ്തനാകണം. 2, അവൻ്റെ നാവിനെ നിയന്ത്രിക്കുവാൻ, ഹൃദയത്തെ വഞ്ചിക്കാതിരിക്കുവാൻ പ്രാപ്തനാകണം. വീണ്ടും പറയുകയാണ്, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. എന്താണ് ഭക്തി? അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേശാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ സഹായത്തിനെത്തണമെങ്കിൽ, ലോകത്തിൻ്റെ കളങ്കമേശാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ അവൻ വചനമാകുന്ന അഗ്നിയാൽ ഉറകൂട്ടപ്പെടണം. വചനമാകുന്ന കൂടം കൊണ്ട് അവനിലെ ശിലാഹൃദയത്തെ തകർക്കണം. വചനത്തിൻ്റെ അഗ്നിയാൽ അവൻ്റെ ഉള്ളിലെ പാപം മാലിന്യങ്ങൾ നീക്കിക്കളയണം. അതേ പ്രിയപ്പെട്ടവരെ, ദൈവഭക്തനായ മനുഷ്യൻ, തിന്മയെ വെറുക്കുന്നവൻ, നാവിനെ നിയന്ത്രിക്കുന്നവൻ, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ സഹായത്തിനെത്തുന്നവൻ, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുന്നവൻ, അവൻ ദൈവഭക്തനാണ്. വചനം വഴിയായി പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. നമ്മുടെയൊക്കെ ആഗ്രഹം ഇതാണ്. പൂർണ്ണതയിലേക്ക് യാത്രയിലാണ് നമ്മൾ. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്നാണ് ഈശോ ആഹ്വാനം ചെയ്തത്. പരിപൂർണതയിലേക്കുള്ള ഈ പ്രയാണത്തിൽ പൂർണ്ണത നേടാൻ വചനം നമുക്ക് കൂട്ടായിട്ടുണ്ടാകണം. ദൈവനിവേശിതമായ തെറ്റുതിരുത്തലിനും പ്രബോധനത്തിനും ശാസനത്തിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്ന ഈ വചനത്തെ സ്വന്തമാക്കി നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിന് പര്യാപ്തരായി നമുക്ക് മാറാം. അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം, അതിനുള്ള അഭിഷേകം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയ്ക്കട്ടെ. വചനത്തിൻ്റെ അഗ്നി നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കാരുണ്യവാനായ ദൈവമേ, ദൈവനിവേശിതമായ അവിടുത്തെ വചനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഞങ്ങളെ വചനത്താൽ അവിടുന്ന് ജ്ഞാനികളാക്കിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു. ദൈവനിവേശിതമായ വചനം വഴി പ്രബോധനവും ശാസനങ്ങളും തെറ്റുതിരുത്താനുള്ള അവസരവും ദൈവഹിതം എന്തെന്ന് കണ്ടെത്താനുള്ള പരിശീലനവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, അതുവഴി തിന്മയെ വെറുക്കുന്നവരും നാവിനെ നിയന്ത്രിക്കുന്നവരും അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുന്നവരും ലോകത്തിൻ്റെ കളങ്കമേശാതെ സംരക്ഷിക്കപ്പെടുന്നവരും അങ്ങനെ പരിപൂർണരും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിൽ തൽപരരുമായി ഞങ്ങൾ മാറട്ടെ. അതിനുള്ള കൃപയ്ക്കായി, വചനത്തിൻ്റെ അഭിഷേകത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ, ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അവരെല്ലാം അങ്ങയുടെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ദൈവമേ ആരാധന, 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 ആരാധന. അനുഗ്രഹിക്കുന്നത് വചനത്തിൻ്റെ അഭിഷേകം ഒഴുകട്ടെ. വചനത്തിൻ്റെ അഗ്നിയാൽ സ്നാനം ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ദൈവമേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയാൻ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവമലയിൽ
കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്നു നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. പോരുമോ നാമെല്ലാം യേശുവിൽ